സുർജിത്ത് അയ്യപ്പത്ത് നമുക്കൊപ്പം തുടരുന്നുണ്ട്. സുർജിത്ത്, ഇങ്ങനെ ഒരു ദൃശ്യം പുറത്തു വരുന്നു. 7:20 ഈ ജോയ് ഈ തൂപ്ര ഭാഗത്ത് ഈ കടുവയെ കാണുന്നത്. വനംവകുപ്പിന് ഇതിനോടകം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എത്തിക്കഴിഞ്ഞു. ഇപ്പോഴവരെന്താണ് ആലോചിക്കുന്നത് ഈ തുടർ നീക്കം എന്നുള്ള നിലയിൽ? റിജിത്ത്, ഇന്നലെ രാത്രി മുതൽ ഈ കടുവ റഡാറിൽ നിന്ന്, വനംവകുപ്പിന്റെ റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായിരുന്നു. ഇത് രാത്രി മാത്രം ഇറങ്ങുന്ന കടുവയാണ് എന്നുള്ള തരത്തിലുള്ള വിവരം അജിത് കെ രാമൻ DFO നിരവധി തവണ നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് രാത്രിയാണ് ഇതിന്റെ സഞ്ചാരപഥം കൂടുതലായിട്ട് ഉള്ളത് എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കിയതാണ്. ഇന്നലെ രാത്രി വനംവകുപ്പ് പരിശോധന നടത്തി. അതായത് ഈ ചന്ദ്രൻ എന്ന് പറയുന്ന ആളുടെ വീട്ടിലെ ആടിനെയാണ് ഒടുവിൽ ഈ കടുവ കൊന്നിരിക്കുന്നത്. അത് ആ സ്ഥലം തൂപ്രയാണ്. ആ തൂപ്ര ദേവർഗദ്ദ റോഡിൽ ാണ് ഈ കടുവയുടെ സാന്നിധ്യം വീണ്ടും ഉള്ളത്. അത് ഇന്ന് ഉച്ചതിരിഞ്ഞ് ചിലർ ഈ കടുവയെ കണ്ടു, പലയിടങ്ങളിലായി കണ്ടു എന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഇതനുസരിച്ച് ഏറെ ജാഗരൂകമായിട്ടുള്ള ഇടപെടൽ വനംവകുപ്പിന്റെ ഭാഗത്തുണ്ടായിരുന്നു. അവർ പലയിടങ്ങളിലും കൂട് സ്ഥാപിക്കാനും മാത്രമല്ല ഇതിനെ നിരീക്ഷിക്കാനും ഉൾപ്പെടെയുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ധാരാളം തോട്ടങ്ങളുള്ള ഒരു പ്രദേശമാണിത്. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി മുതൽ വനംവകുപ്പിന്റെ റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായത്. പക്ഷേ ഇന്ന് ഉച്ച കഴിഞ്ഞ് വൈകിട്ടോടുകൂടിയാണ് പിന്നീടും ഈ കടുവയുടെ ഒരു വിസിബിലിറ്റി ഉണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരം വനംവകുപ്പിന് ലഭിക്കുകയും വനംവകുപ്പ് കൂടുതൽ ജാഗരൂകരാകുകയും ചെയ്തത്. ഇതിനിടയിലാണ് കൃത്യം 7:20 ആ ഡാഷ് ക്യാമറയിൽ ആ സമയം കൂടിയുണ്ട്. ആ 7:20 ഇങ്ങനെ ജോയ് യാത്ര ചെയ്യുന്ന ഘട്ടത്തിൽ ഇങ്ങനെ കടുവ പാസ് ചെയ്തു പോകുന്ന ഒരു ദൃശ്യമാണുള്ളത്. അതായത് ഒരു ഭാഗത്തു നിന്ന് മറുഭാഗത്തേക്ക് കടുവ കയറി പോകുന്ന ആ ദൃശ്യമാണ് ലഭിച്ചിട്ടുള്ളത്. അതിൽ വ്യക്തമായിട്ടുണ്ട് കടുവ പാസ് ചെയ്യുന്നത്. ഉടൻ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ പ്രദേശത്തേക്ക് എത്തി. കഴിഞ്ഞ ദിവസവും ഇവിടെ കടുവ വന്നതായ ഒരു വിവരമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂട് വെക്കുന്ന നടപടിയിലേക്ക് ഈ മേഖലയിലേക്ക് എത്താൻ വേണ്ടി ഒരു ഡോക്ടറുടെ തോട്ടമാണ്. ആ തോട്ടത്തിൽ അവിടുത്തെ മേൽനോട്ടക്കാരനാണ് ഈ ജോയ് എന്ന് പറയുന്ന ഈ പാസ്റ്റർ. ഇദ്ദേഹം അതിനുവേണ്ടിയാണ് അവിടെയുള്ള മറ്റൊരു മേൽനോട്ടക്കാരനായ റിബിനൊപ്പം യാത്ര ചെയ്യുന്നത്. ആ യാത്ര ചെയ്യുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു കടുവയുടെ ഒരു പാസിംഗ് കണ്ടിട്ടുള്ളത്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ ദിവസങ്ങളായി ക്യാമ്പ് ചെയ്യുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഡോക്ടർ അരുൺ സക്കറിയും ഒപ്പം തന്നെ അജേഷ് മോഹൻദാസും ഉൾപ്പെടെയുള്ളവർ അവിടെ ക്യാമ്പ് ചെയ്യുന്നു. വനംവകുപ്പിലെ DFO ആയിട്ടുള്ള അജിത് കെ രാമനും ഒപ്പം ചെതലയം റേഞ്ച് ഓഫീസറായിട്ടുള്ള രാജീവും ഉൾപ്പെടെയുള്ളവരുടെ വലിയ സംഘം അവിടെ രാത്രിയും പകലുമില്ലാതെ അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ഉടൻ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വിവരം അറിയിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തുകയും ആ തുടർന്നുള്ള ഇടപെടൽ, അതായത് എത്രയും വേഗത്തിൽ കടുവയെ പിടികൂടുക എന്നുള്ളതാണ്. കാരണം തഞ്ചത്തിൽ കിട്ടിയാൽ മാത്രമേ, ഉചിതമായ സമയവും സന്ദർഭവും വേണം. അതോടൊപ്പം തന്നെ ആ ഒരു ഘട്ടത്തിൽ അത് കൃത്യമായ ഒരു സ്ഥലം വേണം. അങ്ങനത്തെ ഒരു സ്ഥലത്ത് മാത്രമേ, ഏതെങ്കിലും മറയുള്ള സ്ഥലത്ത് ഈ ഡാർട്ടിംഗ് അഥവാ ഈ മയക്കുവെടി വെക്കൽ സാധ്യമല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. അതുകൊണ്ട് തന്നെ മയക്കുവെടി എന്നുള്ള ഒരു രീതിയിലേക്ക് പോകുമോ എന്നുള്ള കാര്യത്തിൽ ഇനി വ്യക്തത വരാനുണ്ട്. പക്ഷേ ഉചിതമായ സന്ദർഭത്തിൽ മയക്കുവെടി വെക്കുമെന്നുള്ള ഉറപ്പ് വനംവകുപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം പ്രധാനമായ കാര്യം, ഇന്ന് എന്ത് തന്നെയായാലും ഒരുപക്ഷെ കടുവ കൂട്ടിൽ കയറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പ് കണക്ക് കൂട്ടുന്നത്. കാരണം കഴിഞ്ഞ 9-ാം തീയതിയാണ് ഒരു ആടിനെ ഭാഗികമായെങ്കിലും അതിന് ഭക്ഷിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനുശേഷം അത് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നുള്ള തരത്തിൽ, അതായത് ആടിനെ കൊന്നിടുക മാത്രമാണ് ചെയ്തത്. ഉടൻ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും എത്തും, കടുവ പിൻവാങ്ങും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ആദ്യം കടുവ കൊല്ലുന്നത് 7-ാം തീയതിയാണ്. 7-ാം തീയതി നാരകത്തറയിൽ പാപ്പച്ചൻ എന്നയാളുടെ ആടിനെയാണ് ആദ്യം കൊല്ലുന്നത്. ആ ആദ്യം കൊന്ന ശേഷം അത് കഴിഞ്ഞ് അതിന്റെ ഭാഗികമായി ഭക്ഷിച്ചിരുന്നു. അതിനുശേഷം വീണ്ടും രതികുമാർ എന്നയാളുടെ വീട്ടിലേക്ക് 9-ാം തീയതിയാണ് കടുവ രാത്രി വീടിന് പിറകിലുള്ള ആടിന്റെ കൂട്ടിലെത്തി അതിനെ വലിച്ച് പൊട്ടിച്ച്, ആ കയർ പൊട്ടിച്ചതിനെ കൊണ്ടുപോയി ബാധി ഭക്ഷിക്കുന്നത്. അങ്ങനെ 9-ാം തീയതി മാത്രമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ വയനാട് പുൽപ്പള്ളി അമരക്കുനിയെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന കടുവയുടെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. തൂപ്ര ഭാഗത്ത് കടുവ റോഡ് മുറിച്ച് കിടക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഒരു കാറിന്റെ ക്യാമറയിൽ പതിഞ്ഞിരിക്കുന്നത്. ആ ദൃശ്യം പകർത്തിയ ജോയ് അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം ആ വിവരം വനംവകുപ്പിനെ അറിയിക്കുകയും തുടർന്ന് ഇപ്പോൾ വനംവകുപ്പ് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട്, ആ ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രത്യേക തെരച്ചിലേക്ക് കടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധം നമുക്കറിയാം നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന്. ഇത്രയും ദിവസമായിട്ടും കടുവയെ കൂട്ടിലാക്കാൻ കഴിഞ്ഞില്ല, മയക്കുവെടി വെക്കാൻ കഴിഞ്ഞില്ല എന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. ഇന്നത്തെ പകലിൽ പോലും ആ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്ത് നമ്മൾ കണ്ടതാണ്. അത് സ്വാഭാവികവുമാണ്. അതിനിടയിൽ കൂടുതൽ നടപടികൾ, ഇപ്പോൾ ഈ ദൃശ്യം കൂടി പുറത്തു വന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ നടപടികൾ വനംവകുപ്പ് ആലോചിക്കുകയുമാണ്. സുർജിത്ത് അയ്യപ്പത്ത് അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.